Welcome to Niels Academy's Scientific Officer Biology. Today we are going to deal with the classes of algae and economic importance of algae. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽഗയുടെ ജനറൽ ക്യാരക്ടേഴ്സ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് കൂടെ കുറേ എക്സാമ്പിൾസും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ഇത് നോക്കാൻ. കാരണം ഇതിൽ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും അവിടെ പറഞ്ഞ ക്യാരക്ടേഴ്സ് ഒന്നും പറയുന്നില്ല. അപ്പം അതും ഇതും എല്ലാം കൂടെ ലിങ്ക് ചെയ്തിട്ട് വേണം പഠിക്കാൻ. അപ്പം ഇതിൽ കൂടുതലും എക്സാമ്പിൾസ് ആണ് ചോദിക്കാറ്. അപ്പം എക്സാമ്പിൾസ് ചിലപ്പോൾ ഇത് ഏത് ഡിവിഷനിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ വരുന്നതാണ്, അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് കാണുന്ന റോഡോഫൈറ്റയിലെ ആണോ, അങ്ങനെയൊക്കെ. അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു നോട്ട് നിങ്ങൾ തന്നെ ഒരു നോട്ട് ഉണ്ടാക്കി പഠിക്കുകയായിരിക്കും നല്ലത്. ജസ്റ്റ് ഇതെന്താന്ന് ക്ലാസ് കേൾക്കുക, യു ഹാവ് ടു പ്രിപ്പയർ യുവർ ഓൺ നോട്ട്സ് എന്ന് ഷോർട്ടായിട്ട് എഴുതി വെക്കുക. എന്നിട്ടത് അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതിയാവും, നന്നായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് അതായത് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ ക്ലാസ്സസ് മാത്രം നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് സൈനോഫൈറ്റ. അപ്പൊ സൈനോഫൈറ്റ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മിക്സോഫൈറ്റ. അപ്പൊ ഇതിന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പൊ ആൽഗെ അത് ഇപ്പൊ മിക്സോഫൈസ എന്ന് പറയുമ്പോൾ അത് ബാക്ടീരിയ അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയ എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ ബാക്ടീരിയയുടെ ക്യാരക്ടേഴ്സ്, ബാക്ടീരിയ എന്ന് പറയുന്നത് ആൽഗയെക്കാളും കുറച്ചുകൂടെ പ്രിമിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ദീസ് ആർ സൈനോ ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രൊക്കാരിയോട്ടിക് ആണ്. പ്രൊക്കാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ അറിയാം, ന്യൂക്ലിയസ് ഇല്ല, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്, അതായത് അങ്ങനെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ് അതുപോലെയുള്ളതെല്ലാം ആബ്സെന്റ് ആണ്. ജനറ്റിക് മെറ്റീരിയൽ ഓർഗനൈസ്ഡ് ഇൻടു സിംഗിൾ സർക്കുലർ DNA മോളിക്യൂൾ ആണ്. അപ്പൊ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും ഇതിൽ ഇല്ല. ജനറ്റിക് മെറ്റീരിയൽ ഓഫ് സൈനോ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ DNA തന്നെയാണ്. അപ്പം DNA ആണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് കോംപ്ലക്സ്ഡ് വിത്ത് ഹിസ്റ്റോൺ ആയിട്ട് കോംപ്ലക്സ് ആയിട്ടല്ല കാണുന്നത്. അപ്പൊ അത് ഇതിന്റെ സൈനോ ബാക്ടീരിയയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. പിന്നെ ഇതിന്റെ ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പൊ ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ അതിലെല്ലാം ക്ലോറോപ്ലാസ്റ്റ് അല്ലെ. അപ്പൊ ഇവിടെ സൈനോ ബാക്ടീരിയയിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് ഫ്ലാറ്റ് വെസിക്കുലാർ ഫോട്ടോസിന്തറ്റിക് ലാമല്ലേ കാണാൻ പറ്റും. അതാണ് ഇവിടെ കണ്ടെയ്ൻ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് കാണുന്നുണ്ട്. അവരാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പൊ ഇത് സൈറ്റോപ്ലാസത്തിൽ തന്നെയാണ് കാണുന്നത്. ഓക്കെ, തൈലക്കോയിഡ് മെംബ്രെയിൻസ് ഉണ്ട്. അപ്പം പിഗ്മെന്റ്സ് അബ്സോർബ് ലൈറ്റ്. അപ്പൊ എന്താ വേരിയസ് പിഗ്മെന്റ്സ് ഉണ്ട്. വേരിയസ് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്, മെയിൻ പിഗ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ക്ലോറോഫിൽ എ ആണ്. കൂടാതെ ആക്സസറി പിഗ്മെന്റ്സ് എന്ന് പറയുന്ന കരോട്ടിനോയിഡ്സ് ഉണ്ട്. പിന്നെ ഫൈക്കോബിലിൻസ്, ഫൈക്കോസയാനിൻ, അതുപോലെ ഫൈക്കോഎറിത്രിൻ എന്ന് പറയുന്ന അഡീഷണൽ ആയിട്ട് കാണുന്ന പിഗ്മെന്റ്സ്, ദാറ്റ് ഇസ് കരോട്ടിനോയിഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫൈക്കോസയാനിൻ ആണ് ബ്ലൂ കളർ കോൺസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നത്. ആൻഡ് എറിത്രിൻ സയാനിൻ എന്ന് പറയുമ്പോൾ ബ്ലൂ ഗ്രീൻ കളർ, എറിത്രിൻ എന്ന് പറയുമ്പോൾ റെഡ് കളർ. അപ്പൊ ഈ രണ്ട് പിഗ്മെന്റും ഇവിടെ പ്രസന്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഇതിനൊരു ബ്ലൂ ഗ്രീൻ കളർ കാണുന്നത്. ഓക്കെ, ബ്ലൂ ഗ്രീൻ കളർ കിട്ടുന്നത്, കാണുന്നത് എന്ന് പറയാൻ പറ്റില്ല. നമുക്കിപ്പോ ഈ ആൽഗെ കാണുമ്പോൾ ബ്ലൂ ഗ്രീൻ കളർ തന്നെ ആയിട്ടൊന്നും ഇരിക്കില്ല. അപ്പൊ ഇതിന്റെ കളർ എന്ന് പറയുന്നത് കാണാൻ ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി റേഞ്ചിങ് ഫ്രം ബ്ലൂ ടു ബ്രൗൺ കളർ ആയിട്ടായിരിക്കും കാണുന്നത്. ബ്രൗൺ കളർ കാണും. അപ്പൊ അത് മേ ബി ബിലോങ്ങിങ് ടു ദിസ് സൈനോഫൈറ്റൻ മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ആൻഡ് അപ്പം ഇതിന് ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് നടത്താനുള്ള കഴിവുണ്ട്. കാരണം എന്താണ്, പിഗ്മെന്റ്സ് എല്ലാം പ്രസന്റ് ആണ്. അപ്പൊ ഈ യൂസിങ് ദിസ് പിഗ്മെന്റ്സ് ദേ പോസസ് ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്. അപ്പം ദേ റിലീസ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്, മറ്റ് സാധാരണ പ്ലാന്റ്സിനെ പോലെ തന്നെ. ഓക്കെ, ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും പറഞ്ഞത്. So they are the primary producers in many aquatic and terrestrial ecosystem. പറയെ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്ന അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയ ആണെന്ന് പറയുകയാണെങ്കിൽ they are the primary producers ആണ്. ഓക്സിജനിക് ഫോട്ടോസിന്തസിസ് ആണ് എന്ന് വെച്ചാൽ they release oxygen ചെയ്യുന്നു. They are releasing oxygen. Okay, another character is about reproduction.
അപ്പൊ ഇതിന്റെ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ, അപ്പം റീപ്രൊഡക്ഷൻ മോസ്റ്റ്ലി ആൽഗയില് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീപ്രൊഡക്ഷൻ ദാറ്റ് ഈസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ദെൻ അതുപോലെ ദെൻ ഫ്രാഗ്മെന്റേഷൻ എല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ ഹിയർ ഓൾസോ ഇൻ ബ്ലൂ ഗ്രീൻ ആൽഗെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് മെയിൻ ആയിട്ട് നടക്കുന്നത്, കാണുന്നത്. ദാറ്റ് ഈസ് ബൈ ദി ഫോർമേഷൻ ബൈനറി ഫിഷൻ ആണ് നടക്കുന്നത്. അപ്പൊ സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള ഡോട്ടർ സെൽസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രാഗ്മെന്റ്സ് ഫോം ചെയ്യുന്നു, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ പീസസ് ഇങ്ങനെ ഹോർമോഗോണിയ ആയിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹോർമോഗോണിയ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഹോർമോഗോണിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോർമോഗോണിയ സെൽസ് വീണ്ടും ഫിഷൻ നടന്നിട്ട് പുതിയ ഫിലമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ദെൻ പിന്നെ അതുപോലെ വേറൊരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കാണുന്നത് ഇതില് അക്കൈനേറ്റ് ഫോർമേഷൻ. അപ്പൊ അത് അൺഫേവറബിൾ കണ്ടീഷനിൽ നടക്കുമ്പോൾ ഈ സൈനോബാക്ടീരിയ തിക് വോൾഡ് ആയിട്ടുള്ള ഒരു ഡോർമെന്റ് സെല്ലായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ഇനാക്റ്റീവ് ആയിട്ട് അങ്ങനെ ഇരിക്കും, എത്ര വർഷങ്ങൾ വേണമെങ്കിലും അത് ഇനാക്റ്റീവ് ഫോം ആയിട്ട് ഇരിക്കും അൺഫേവറബിൾ കണ്ടീഷനിൽ. ഫേവറബിൾ കണ്ടീഷൻ കിട്ടുമ്പം അത് റീഎമേർജ് ചെയ്യും, അത് സർവൈവ് ചെയ്യും, പുതിയ പ്ലാന്റ് ആയിട്ട്, അതായത് പുതിയ പ്ലാന്റ് ബോഡി ആയിട്ട് ജെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയി കാണുമല്ലോ? സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ അധികം ക്ലിയർ ആയിട്ട് കാണുന്നതല്ല. അപ്പം സൈനോഫൈസിയൻ മെമ്പേഴ്സിൽ മുഴുവൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ അധികം കാണുന്നില്ല. പക്ഷെ ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ ട്രാൻസ്ഫർ ഓഫ് ജീൻ അല്ലെങ്കിൽ ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്, ജീൻ റീകോമ്പിനേഷൻ. ഓക്കെ, then what are the ecological roles and adaptability of Cyanophycean members? അപ്പൊ അതിന്റെ റോൾ എന്ന് പറഞ്ഞ്, അപ്പം സൈനോഫൈസിയെ പ്രൊകാരിയോട്ടിക് ആണ്, പ്രിമിറ്റീവ് ക്യാരക്ടേഴ്സ് ആണ്, ബ്ലൂ ഗ്രീൻ ആൽഗെ പല റേഞ്ചുള്ള ഹാബിറ്റാറ്റിൽ, വൈഡ് വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സ്, ഡൈവേഴ്സ് ഹാബിറ്റാറ്റ്സിൽ കാണുന്നതാണ്. അതായത് ഫ്രഷ് വാട്ടർ ഫോംസ് ഉണ്ട്, മറൈൻ ഫോംസ് ഉണ്ട്, റോക്കിന്റെ മേലെ, ഈ തടിയുടെ മേലെ, മരത്തിന്റെ മേലെ ജീവനുള്ളതും അല്ലാത്തതും അല്ല, അതായത് എക്സ്ട്രീം ഡൈവേഴ്സ് കണ്ടീഷൻസിൽ, ഹോട്ട് സ്പ്രിങ്സിൽ, ഡെസേർട്സിൽ അവിടെ എല്ലാം വളരുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതുപോലെ മാമൽസിന്റെ മുകളിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ അല്ലെങ്കിൽ ചില ആനിമൽസിന്റെ മുകളില്. ഓക്കെ, അവിടെയെല്ലാം കാണുന്നതാണ്. അതുപോലെ തന്നെ ഇറ്റ് ഷോ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വിത്ത് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് സം ഫംഗൈ. ഓക്കെ, അപ്പൊ ഈ സൈനോബാക്ടീരിയ, ഫോർ എക്സാമ്പിൾ സൈക്കസ് പ്ലാന്റ് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ അതിന്റെ റൂട്ടില്, കൊറലോയിഡ് റൂട്ടില്, പിന്നെ സൈക്കസ് ലീഫ് ക്യാവിറ്റീസ്, അസോള അങ്ങനെയുള്ള, പിന്നെ അതുപോലെ അസോളയില് അസോസിയേഷൻ ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ അനദർ ക്യാരക്ടർ ഇസ് ഇറ്റ് കോസസ് ആൽഗൽ ബ്ലൂം. ആൽഗൽ ബ്ലൂം വേറെ പറയാനുണ്ട്. ആൽഗൽ ബ്ലൂം എന്താണെന്ന് അറിയാം, പൊല്യൂഷൻ ഡ്യൂ ടു വാട്ടർ. ആൽഗൽ ബ്ലൂം ലീഡ്സ് ടു വാട്ടർ പൊല്യൂഷൻ. അപ്പം ഈ സൈനോബാക്ടീരിയ ആണ് ആൽഗൽ ബ്ലൂം കോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആൽഗൽ ബ്ലൂം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ബാക്ടീരിയയുടെ പോപ്പുലേഷൻ, അല്ലെങ്കിൽ ഈ ബ്ലൂ ഗ്രീൻ ആൽഗയുടെ പോപ്പുലേഷൻ പെട്ടെന്ന് തന്നെ കൂടിയിട്ടുണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ഈ ഇത് ഇങ്ങനെ കുറച്ചൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഒരു വലിയൊരു ഏരിയയിൽ പെട്ടെന്ന് തന്നെ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സർട്ടൺ ടോക്സിൻസ് ഫ്രം ദെയർ ബോഡി. അപ്പൊ ഈ ടോക്സിൻസ് മേ ബി ദിസ് ഹാംഫുൾ, മേ ബി അല്ല, ഹാംഫുൾ ആണ്. ആർക്കൊക്കെയാ? ആ ഫ്രഷ് വാട്ടറോ അല്ലെങ്കിൽ മറൈൻ വാട്ടർ എക്കോസിസ്റ്റം ആണെങ്കിൽ അവിടെയുള്ള ഫിഷസ് അല്ലെങ്കിൽ മറ്റ് ആനിമൽസിന്, പിന്നെ അതുപോലെ തന്നെ മറ്റ് എന്താ വാട്ടർ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റായിക പറ്റും, അങ്ങനെയൊക്കെ സംഭവിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ സൈനോബാക്ടീരിയ ആർ സൈനോടോക്സിൻ. ഓക്കെ, അപ്പം സൈനോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദീസ് ആർ harmful and poses various threat to aquatic and human life. ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. Then next is
എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് സൈനോബാക്ടീരിയ നോക്കുകയാണെങ്കിൽ ഇതിന് ആൻഷ്യന്റ് എവല്യൂഷണറി സിഗ്നിഫിക്കൻസ്, അപ്പൊ ഇത് ഏകദേശം ഒരു 3.5 ബില്യൺ ഇയേഴ്സിന് മുന്നേ തന്നെ കണ്ടിരുന്ന ഓർഗാനിസംസ് ആണ്. അതായത് എർത്ത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ എമേർജ് ചെയ്തതാണ് ഈ ഓക്കെ ഉണ്ടായിരുന്നതാണ്. ദെൻ ഓക്സിജൻ അതായത് it plays a crucial role in the great ഓക്സിജനേഷൻ ഇവന്റ് എന്ന് വെച്ചാൽ ഫോട്ടോസിന്തസിസ് നടത്തുന്നത് ബ്ലൂ ഗ്രീൻ ആൽഗെ, പ്രിമിറ്റീവ് ഫോംസിലെ ബ്ലൂ ഗ്രീൻ ആൽഗെ ഉണ്ടായി തുടങ്ങിയപ്പോഴാണ് ഫോട്ടോസിന്തസിസ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോഴാണ് ഓക്സിജൻ റിലീസ് ചെയ്തത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ബയോടെക്നോളജിക്കൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സൈനോബാക്ടീരിയ വേരിയസ് ബയോടെക്നോളജിക്കൽ റിസർച്ചിലൊക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ദാറ്റ് ഈസ് ക്ലോറല്ല, പിന്നെ അതുപോലെ മറ്റ് ചില ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പൊ ഈ ബ്ലൂ ഗ്രീൻ ആൽഗെയൊക്കെ എന്തെന്നാ ജെനറ്റിക് സ്റ്റഡീസിനും ബയോടെക്നോളജിക്കൽ സ്റ്റഡീസിനും പിന്നെ അതുപോലെ ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് സർട്ടൻ യൂസ്ഫുൾ ഫൈറ്റോ, അതായത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ചിലതൊക്കെ എഡിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ സ്പൈറുലിന എഡിബിൾ ആണ്. പിന്നെ അതുപോലെ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പല ക്യാരക്ടേഴ്സും ഈ സൈനോബാക്ടീരിയയിൽ കാണുന്നത് കൊണ്ട് ഇതൊക്കെ ദീസ് ക്യാൻ ബി നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് പല എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പറയാം. അപ്പം ഇതിന് ഈ പൊട്ടൻഷ്യലൊക്കെ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ മോർഫോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. യൂണിസെല്ലുലാർ, കൊളോണിയൽ, ഫിലമെന്റസ്, ജെലാറ്റിനസ് ഫോംസ് ഒക്കെ കാണുന്നുണ്ട്. ഏതൊക്കെയാന്ന് എക്സാമ്പിൾസ് സഹിതം പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, ആൻഡ് അതായത് പ്രൊകാരിയോട്ടിക് ആണ്. നമ്മളിപ്പം ന്യൂക്ലിയസ്, ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പം ഇത് എങ്ങനെയാ ഇറ്റ് ക്യാൻ സർവൈവ് ചെയ്ത് വരുന്നുണ്ട്. അതായത് 3.5 ബില്യൺ ഇയേഴ്സ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നില്ല. ഇപ്പോഴും പുതിയ ഫോംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, പഴയത് ഇപ്പോഴും സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സൈനോബാക്ടീരിയ ഇത്രയും ഇങ്ങനെ സർവൈവ്, ഞാൻ പറഞ്ഞു അക്കൈനറ്റ്, ഹോർമോഗോണിയ, അത് അക്കൈനറ്റ് ഫോർമേഷൻ, ചില കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇത് ഇത്രയും ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് അല്ല, ഒരെണ്ണമാണ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അക്കൈനറ്റിസ്. അപ്പൊ ഈ അക്കൈനറ്റിസ് ക്യാൻ ഫോം, ഈ സൈനോബാക്ടീരിയക്ക് തിക് വോൾഡ് ആയിട്ടുള്ള ഡോർമൻ സെൽസ് ഉണ്ടാവാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത് ഇങ്ങനെ അതിന് പറ്റിയ എൻവയൺമെന്റ് അല്ല, ടെമ്പറേച്ചർ കൂടി. അപ്പൊ എന്തെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഇനാക്റ്റീവ് ആയിട്ട് ഡോർമന്റ് ആയിട്ട് അക്കൈനറ്റ് ആയിട്ട് ഇരിക്കും. ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ കിട്ടുമ്പോൾ റീഎമർജ് ചെയ്യാണ് ചെയ്യുന്നത്. ഡെസിക്കേഷൻ ടോളറന്റ്, അപ്പം അഡാപ്റ്റഡ് ഡ്രൈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഇതിങ്ങനെ മെറ്റബോളിക്കലി ഇനാക്റ്റീവ് ആയിട്ടിരിക്കും. വാട്ടർ കണ്ടന്റ് ഒക്കെ പോയി കഴിഞ്ഞ് ചുരുങ്ങി ഇങ്ങനെ ഷ്രിങ്ക് ചെയ്തിട്ട് ഉണങ്ങി ഇതിരിക്കും. വെള്ളവും നല്ല ഫേവറബിൾ കണ്ടീഷൻ ഒക്കെ കിട്ടുമ്പോൾ ഇത് സർവൈവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ഈ സൈനോബാക്ടീരിയ സർവൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇറ്റ് ക്യാൻ ബി സീൻ ഇൻ ഹോട്ട് സ്പ്രിങ്സിൽ അതുപോലെ എന്താ 90 അബവ് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കാണും ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. അവിടെയെല്ലാം നമുക്ക് സൈനോബാക്ടീരിയ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഐസ്ബർഗ്സ്, സ്നോ ഏരിയ ഉള്ളവിടെ അവിടെയും കാണാൻ പറ്റും. ഹൈ ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചർ, പിന്നെ അതുപോലെ UV റേഡിയേഷൻ, അതിനെയെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചില ടോക്സിക് കോമ്പൗണ്ട്സിനെ എല്ലാം എന്തെന്ന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഈ സൈനോബാക്ടീരിയ ഇപ്പൊ ഇങ്ങനെ സർവൈവ്. ദെൻ എക്കോളജിക്കൽ റിസൈലൻസ്, ഇപ്പോൾ വേരിയസ് അഡാപ്റ്റബിലിറ്റി ഉണ്ട്. പിന്നെ ഡൈവേഴ്സ് എക്കോസിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇത് ഈ സൈനോബാക്ടീരിയ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഓർഗാനിസം എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഫുഡ് അല്ലെങ്കിൽ ബയോജിയോ കെമിക്കൽ സൈക്കിൾസിൽ ഇൻവോൾവ് ആയിട്ടുള്ളതാണ്.
ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഓൾ അബൌട്ട് സൈനോ ബാക്ടീരിയ അല്ലെങ്കിൽ സൈനോഫൈറ്റ, സൈനോബാക്ടീരിയ, സൈനോഫൈറ്റ ആൻഡ് ഇപ്പൊ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നതിന്റെ ക്യാരക്ടേഴ്സ് ആണ് സൈനോബാക്ടീരിയ. ഇപ്പം ഇത് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ കിങ്ഡം മൊണീറയിലാണ്. ഓക്കെ, ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളിപ്പോ ഇത്രയും നേരം സൈനോബാക്ടീരിയയുടെ ക്യാരക്ടേഴ്സ്, പിന്നെ അതിന്റെ റീപ്രൊഡക്ഷൻ, then economic importance, and then various affinities, ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ then next we can move on to next class, ക്ലോറോഫൈസിയെ അല്ലെങ്കിൽ ക്ലോറോഫൈറ്റ. അപ്പൊ ക്ലോറോഫൈറ്റ അതിൽ നമുക്ക് പറയാം ഗ്രീൻ ആൽഗെ. These members are popularly known as green algae. അപ്പൊ ഗ്രാസ് ഗ്രീൻ ക്രൊമാറ്റോഫോർ ആണ് ഇതിൽ കാണുന്നത്, പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇപ്പൊ ഗ്രീൻ കളർ കാണുന്നുണ്ട്. അപ്പം ഈ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ക്ലോറോഫൈറ്റിയൻ മെമ്പേഴ്സ് കാണുന്നത് എവിടെയാണ്? മോസ്റ്റ്ലി ഗ്രീൻ ആൽഗെ, മോസ്റ്റ്ലി ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിലാണ് കാണുന്നത്. ചിലത് മറൈൻ ഫോംസും ഉണ്ട്, പിന്നെ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലും കാണുന്നുണ്ട്, എന്നാൽ കൂടുതലും ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിലാണ് കാണുന്നത്. പിന്നെ ഇതിന്റെ പിഗ്മെന്റ്സ് അതായത് മേജർ പിഗ്മെന്റ്സ് ക്ലോറോഫിൽ എ, ബി, ആൽഫ, ബീറ്റ, ഗാമ, കെറോട്ടീൻസ് കാണുന്നുണ്ട്. സാന്തോഫിൽസ് ഉണ്ട്, ലൈക്കോപ്പിൻ, വയലോസാന്തിൻ പിഗ്മെന്റ്സ്. ഞാൻ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ പിഗ്മെന്റ്സ് ആണ് അതിലുള്ളതെന്ന്. അപ്പൊ സെൽവോള് സെല്ലുലോസിക് സെൽവോൾ, സാധാരണ പ്ലാന്റ്സിലുള്ള പോലെ തന്നെ ഹൈ ആയിട്ടുള്ള സെൽവോൾ ആണ് കാണുന്നത്. സെൽവോൾ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. പിന്നെ അതുപോലെ സെൽ ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് യൂണിസെല്ലുലാർ ഫോംസ് ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഫോംസ് ഉണ്ട്, കൊളോണിയൽ ഫോംസ് ഉണ്ട്, ഫിലമെന്റസ് ഫോംസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ എക്സാമ്പിൾസും പറഞ്ഞിട്ടുണ്ട്. അത് എക്സാമ്പിൾസ് സഹിതം ഏതാണ് യൂണിസെല്ലുലാർ, ഏതാണ് മൾട്ടി സെല്ലുലാർ, ഏതാണ് കൊളോണിയൽ ഫോംസ് എന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇതില് ക്ലോറോപ്ലാസ്റ്റ് വിത്ത് ഡബിൾ മെംബ്രെയിൻ ആൻഡ് തൈലക്കോയിഡ് സ്റ്റാക്സ് കാണുന്നുണ്ട്. ദേ ആർ അറേഞ്ച് ഇൻ 2 to 6 അങ്ങനെ ബാൻഡ് ആയിട്ടാണ് ഗ്രീൻ ആൽഗയിൽ കാണുന്നത്. ഓക്കെ, then സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഐസോഗമി, അനൈസോഗമി ആൻഡ് ഊഗമി കാണുന്നുണ്ട്. ഐസോഗാമസ് റീപ്രൊഡക്ഷൻ, അനൈസോഗാമസ് റീപ്രൊഡക്ഷൻ ആൻഡ് ഊഗാമസ് റീപ്രൊഡക്ഷൻ. ഓക്കെ, then about life cycle എടുക്കുകയാണെങ്കിൽ it is, you can see alternation of generation കാണുന്നുണ്ട്. പിന്നെ സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് വിത്ത് ഫംഗൈ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഓർഗാനിസത്തിന്റെ മുകളിൽ വളരുന്നതായിട്ടും കാണുന്നുണ്ട്. എക്കണോമിക് ഇമ്പോർട്ടൻസ് നമ്മൾ വീണ്ടും പറയുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഫുഡായിട്ടും, ദാറ്റ് ഈസ് ലൈഫ് സ്റ്റോക്കിനും, പിന്നെ അതുപോലെ ഫുഡ് സപ്ലിമെന്റ്സ്, ന്യൂട്രിയൻസ്, ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്, അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. Next, we can move on to ക്ലോറോഫൈറ്റ. ക്ലോറോഫൈറ്റ തന്നെയാണ് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞിരുന്നത്. ഇപ്പൊ ക്ലോറോഫൈറ്റയില് ഇത് പറഞ്ഞതാണ് ഇപ്പം. അപ്പം വേരിയേഷൻ, താലസ്, ഇതിൻ്റെ ഇതെല്ലാം പറഞ്ഞതാണ്. സെൽ സ്ട്രക്ചർ. പിന്നെ ഇതിൽ വേറൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണ്ടെയ്ൻസ് പൈറനോയിഡ്സ് കാണുന്നുണ്ട്. ഓക്കെ, another characteristic feature is the motile ആണ്. മേ ബി ഫ്ലജല്ല എങ്ങനെയാണ് 1, 2, 4 അല്ലെങ്കിൽ ഫ്ലജല്ല കാണാൻ പറ്റും. ഫ്ലജല്ല തന്നെ either they are identical
എന്ന് വെച്ചാൽ ദേ ആർ ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് ഫ്ലജല്ല. ഈക്വൽ രണ്ടെണ്ണാണെങ്കിൽ രണ്ടും ഒരേ നീളത്തിലായിരിക്കും കാണുന്നുണ്ടാവുക, ഒരേപോലെ ആയിരിക്കും. ഐസോകോൺ ഐഡന്റിക്കൽ. പിന്നെ അതുപോലെ അക്രോണമാറ്റിക് എന്ന് വെച്ചാൽ ഈ വിപ്ലാഷ് റോഡ് ലൈക്ക് പോയിന്റഡ് ടിപ്പ് ചാട്ടയില്ലേ, അതുപോലെ ഇരിക്കും. ഓക്കെ, ദെൻ ഐ സ്പോട്ട് കാണുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് Chlorophyta. Then next we can move to Xanthophyta. അപ്പം ക്ലോറോഫൈറ്റയിലെ എക്സാമ്പിൾസ് ഏതൊക്കെയാന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓർമ്മയുണ്ടോ? അതായത് വോൾവോക്സ് കോളനി പറഞ്ഞത് ഓർമ്മയില്ലേ? വോൾവോക്സിന്റെ വോൾവോക്സ് ബിലോങ്സ് ടു ക്ലോറോഫൈസിയെ. പിന്നെ അതുപോലെ ഇഡോഗോണിയം ഫിലമെന്റസ് ആയിട്ടുള്ളതാണ്. വോൾവോക്സ് കൊളോണിയൽ. ഇഡോഗോണിയം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫിലമെന്റസ് ആണ്. ഓക്കെ, ദെൻ അതുപോലെ പിന്നെ ക്ലോറോഫൈസിൽ പറഞ്ഞത് കാര ഇസ് കമ്മിങ് അണ്ടർ ദ ഡിവിഷൻ ക്ലോറോഫൈറ്റ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് സാന്തോഫൈറ്റ നോക്കാം. The division Xanthophyta. It is also known as yellow green algae. അപ്പൊ യെല്ലോ ഗ്രീൻ ആൽഗെ എന്ന് പറഞ്ഞാല് കളറ് കണ്ടാൽ തന്നെ അറിയാം. യെല്ലോ ഗ്രീൻ എന്ന് പറയുമ്പോൾ യെല്ലോ ഗ്രീൻ കളർ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് പിഗ്മെന്റ്സ് ഇതിൽ പ്രസന്റ് ആണ്. ഓക്കെ, മോസ്റ്റ്ലി ഈ സാന്തോഫൈറ്റ മെമ്പേഴ്സ് ആർ അക്വാട്ടിക് ആണ് എന്ന് വെച്ചാൽ ഫ്രഷ് വാട്ടർ ഫോംസ് ആണ് കൂടുതലും കാണുന്നത്. ആൻഡ് സം ആർ ടെറസ്ട്രിയൽ ആൻഡ് വെരി ഫ്യൂ ആർ മറൈൻ. ഓക്കെ, വെരി ഫ്യൂ ആർ മറൈൻ. അപ്പൊ ഇതിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. താലസ് ഓർഗനൈസേഷൻ ഞാൻ പറഞ്ഞു. മോട്ടൈൽ ഫോംസ് ഉണ്ട്, യൂണിസെല്ലുലാർ മോട്ടൈൽ ഫോംസ് ഉണ്ട്, പാൽമെല്ലോയിഡ് ഫോംസ്. പാൽമെല്ല എന്ന് പറയുന്ന ആൽഗയിൽ കാണുന്ന സ്ട്രക്ചറാണ്. ഓക്കെ, പാൽമെല്ലോയിഡ് ഫോം. കൊക്കോയിഡ്, ഫിലമെന്റാസ്, സൈഫണസ്, റൈസോപോയിഡൽ ഫോംസ് ഇത്രയൊക്കെ കാണാം. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണെന്നുള്ളത്. Then flagellated ആണ്. They can move with the help of flagella. അപ്പൊ ഈ flagella may be of equal അല്ലെങ്കിൽ unequal ആയിട്ട് കാണുന്നതാണ്. അതായത് ഹെട്രോകോണ്ട്, അൺഈക്വൽ ഹെട്രോകോണ്ട്. അപ്പൊ ഇത് ആന്റീരിയർലി ഇൻസേർട്ടഡ് ഫ്ലജല്ലയാണ് കാണുന്നത്. അപ്പൊ ഈ അൺഈക്വൽ ഫ്ലജല്ല കാണുന്നത് സാന്തോഫൈറ്റയില്. ഈ സാന്തോഫൈസിയൻ മെമ്പേഴ്സിലൊക്കെ ഹെട്രോകോൺ ഫ്ലജല്ല കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിരിക്കും, അല്ലേ? അതല്ലേ, രണ്ട് ഡിസിമിലർ ആന്റീരിയർലി ഇൻസേർട്ടഡ് ആയിരിക്കും രണ്ടും തന്നെ. അപ്പൊ ഈ നീളം കൂടിയത് ഇങ്ങനെ ടിൻസൽ ടൈപ്പ് അതിൽ ഇങ്ങനെ ഹെയറി ഔട്ട്ഗ്രോത്ത്സ് കാണാൻ പറ്റും. അത് ചെറുതാണെച്ചാൽ അങ്ങനെ അക്രോണമാറ്റിക്കൽ എന്ന് വെച്ചാൽ വിപ്ലാഷ് ടൈപ്പ് ആയിരിക്കും. അതിൽ പ്ലെയിൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, ഹെയറി ഔട്ട്ഗ്രോത്ത്സ് ഒന്നും കാണില്ല. ഓക്കെ, അപ്പൊ ഈ കോണ്ടെ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ രണ്ട് ഡിഫറെന്റ് ഫ്ലജല്ല, ആന്റീരിയർലി ഇൻസേർട്ടഡ് അപ്പിക്കൽ ഫ്ലജല്ല കാണുന്നത് കൊണ്ട്. ഓക്കെ, then the pigments are chief pigments, chlorophylls, chromatophores ഉണ്ട്. പിന്നെ അതുപോലെ ക്ലോറോഫിൽ എ, സി, ഇ, ബീറ്റാ കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വയാലോസാന്തിൻ, നിയോസാന്തിൻ, ഡയഡിനോസാന്തിൻ, ഫ്ലാവോസാന്തിൻ, ഫ്ലാവാസിൻ, അങ്ങനെയുള്ള പിഗ്മെന്റ്സ് എല്ലാം പ്രസന്റ് ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ് പിഗ്മെന്റ്സ്. അപ്പൊ ഇതിൽ കാണാത്തത് ക്ലോറോഫിൽ ബി ഈസ് ആബ്സെന്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബീറ്റാ കരോട്ടിൻ ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. സാന്തോഫിൽ ആണ് ക്ലോറോഫില്ലിനേക്കാളും കൂടുതലായിട്ട് കാണുന്നത്. സാന്തോഫിൽ എന്ന് പറയുമ്പോൾ സാന്തോഫില്ലിന് യെല്ലോ കളർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് സാന്തോഫിൽ. ഓക്കെ, പിന്നെ ഇതിന്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. റിസർവ് ഫുഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓയിൽസ്, ഫാറ്റ്, പിന്നെ
ല്യൂക്കോസിൻ. ല്യൂക്കോസിൻ ഒരു ഗ്ലൂക്കോസ് പോളിമർ ആണ് ല്യൂക്കോസിൻ. ഓർ ക്രൈസോലാമിനാരിൻ. ഇമ്പോർട്ടന്റ് ആണ് ല്യൂക്കോസിൻ ഓർ ക്രൈസോലാമിനാരിൻ. അപ്പം പിന്നെ സ്റ്റിറോൾ പ്രസന്റ് ആണ്. സ്റ്റിറോൾസ് ദാറ്റ് ഈസ് എർഗോസ്റ്റിറോൾ ആണ് കാണുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ് എർഗോസ്റ്റിറോൾ. ദെൻ റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും സാധാരണയായിട്ട് കാണാറില്ല, റെയർ ആയിട്ടായിരിക്കും. ഉണ്ടെങ്കിലും തന്നെ ഐസോഗാമസ് റീപ്രൊഡക്ഷൻ ആണ് കാണുന്നത്. ഓക്കെ. അപ്പം സാന്തോഫൈസയുടെ ക്യാരക്ടേഴ്സ് അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതിന്റെ ക്യാരക്ടേഴ്സ് താലസ് ഓർഗനൈസേഷൻ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ കോമൺ ആയിട്ട് കാണുന്ന എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാന്ന് ഓർമ്മയുണ്ടോ? വൗച്ചേറിയ എന്ന് പറഞ്ഞത്. വൗച്ചേറിയ. ദെൻ നെക്സ്റ്റ്, അപ്പം നെക്സ്റ്റ് ഡിവിഷൻ ഇസ് ബാസിലേരിയോഫൈറ്റ. ബാസിലേരിയോഫൈറ്റ. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? ഡയറ്റംസ് പറഞ്ഞത് ഓർക്കുന്നില്ലേ? അപ്പൊ ബാസിലേരിയോഫൈറ്റ അതിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഈ ബാസിലേരിയോഫൈസെ കംപ്രൈസസ് ഈ പറഞ്ഞ ഡയറ്റംസ് യൂണിസെല്ലുലാർ ഫോംസ് ഉണ്ട്, കൊളോണിയൽ ഫോംസ് ഉണ്ട്, നോൺ ഫ്ലജലേറ്റ് ഫോംസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ടെറസ്ട്രിയൽ ഫോംസും കാണുന്നുണ്ട്, അക്വാട്ടിക് ഫോംസും കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദെൻ അപ്പം ഇത് ഡിപ്ലോയിഡ് ആണ്, യൂണിസെല്ലുലാർ ആണ്, കൊളോണിയൽ ഫോംസ് ഉണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഈ ഡയറ്റംസിന്റെ അതായത് പ്ലാന്റ് ബോഡി പഠിച്ചത് ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഇതിന്റെ സെൽ വാൾ എന്ന് പറയുന്ന ഒരു ഷെൽ ലൈക്ക് ആണ്. രണ്ടെണ്ണം ഇങ്ങനെ ഒരു സോപ്പ് ബോക്സ്, ഒന്നിനെ മേലെ ഒരു ചെറുത് താഴെയും വലുത് മുകളിലല്ലേ, അതുപോലെ എങ്ങനെ ആയിട്ടിരിക്കും, ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട്. അപ്പം അങ്ങനെ ഇറ്റ് ഹാസ് ടു ഓവർലാപ്പിംഗ് ഹാഫ്സ് ആണ് കാണുന്നത്. ഓക്കെ, രണ്ട് ഓവർലാപ്പിംഗ് ഹാഫ് ആണ് കാണുന്നത്. അപ്പൊ ഈ ഹാർഡ് സ്ട്രോങ് ആയിട്ടുള്ള കാണുന്നതിന് ഫ്രസ്റ്റ്യൂൾ അല്ലെങ്കിൽ ടെസ്റ്റ എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഇതിന്റെ സെൽ വാൾ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിലിക്കേഷ്യസ് ആണ്. സിലിക് ആസിഡ് പ്രസന്റ് ആണ്. മാംഗനീസ് കാണുന്നുണ്ട്. സെല്ലുലോസിക് സെൽ വാൾ എല്ലാം കാണുന്നത് സിലിക്കയാണ്. അപ്പൊ ഇതിന്റെ സർഫസ് കുറച്ച് റഫ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഈ അതുകൊണ്ട് തന്നെ ഈ ഡയറ്റംസിന് ഇങ്ങനെ റഫ് ആയിട്ട് സിലിക്ക കണ്ടെയ്നിങ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ എന്താ ഡീഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഡീജനറേറ്റ് ചെയ്ത് പോവുകയൊന്നും ചെയ്യില്ല. ഇത് ഫോസിലൈസ്ഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ സിലിക്ക കണ്ടെയ്നിങ് ആയതുകൊണ്ട് ഇതിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഓഷ്യന്റെ അടിത്തട്ടിലൊക്കെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് ഡയറ്റമേഷ്യസ് എർത്ത് അല്ലെങ്കിൽ ഡയറ്റമൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഈ ഡയറ്റമേഷ്യസ് എർത്ത് ഇക്കണോമിക്കലി വെരി ഇമ്പോർട്ടന്റ് ആണ്. മെറ്റൽ പോളിഷ്, അതുപോലെ ഷുഗർ റിഫൈനറീസ്, പിന്നെ ഈ അങ്ങനെ ബോയിലേഴ്സ്, ഫർണസ്, അവിടെ എല്ലാം ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കാൻ, പിന്നെ ഈ സർഫസ് നമ്മൾ ഈ സാൻഡ് പേപ്പർ ഒക്കെ ഇല്ലേ, അതുപോലെ ഇങ്ങനെ സാധനങ്ങളൊക്കെ റഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. സാൻഡ് പേപ്പർ പോലെ മീൻസ് റഫ് സർഫസ് ഈ സിലിക്കയുടെ ഡെപ്പോസിഷൻ ഉള്ളതുകൊണ്ട്. ഓക്കെ. അതായത് ഇന്നുണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കീഷൽഗർ. പിന്നെ സിലിക്കേഷ്യസ് ആണ്. സെൽ വാൾ ഇസ് നോട്ട് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. ഓക്കെ. പിന്നെ ഇതിന്റെ ഫ്ലജല്ല ആബ്സെന്റ് ആണ്. ഓക്കെ, ഫ്ലജല്ല ആർ ആബ്സെന്റ്. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ആണ് നടക്കുന്നത്. അതായത് നമ്മൾ പാരമീഷ്യത്തിന്റെ ഒക്കെ പഠിച്ചു കാണും, ഇങ്ങനെ ഇങ്ങനെ നീങ്ങി പോകുന്ന സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ബാക്ടീരിയയിലൊക്കെ കാണുന്നതാണ്. അബിബോയിഡ് മൂവ്മെന്റ്സ് വിൽ ബി ഷോയിങ് ബൈ ദീസ് ഡയറ്റംസ്. പക്ഷെ ഫ്ലജലേറ്റഡ് ഫോംസ് ആർ ആബ്സെന്റ് ഇൻ ഡയറ്റംസ്. അതിന്റെ ഗാമേറ്റ്സ് are flagellated and motile. Okay. Then the pigments, chief pigments.
are chlorophyll A, E, fucoxanthin, diatoxanthin, diatomin. ഓക്കെ, ക്ലോറോഫിൽ ബി ഇവിടെയും കാണുന്നില്ല, ക്ലോറോഫിൽ ബി ആബ്സെന്റ് ആണ്. അപ്പൊ ഈ ക്രോമാറ്റോഫോഴ്സ് they are covered by 4 membranes. 4 മെംബ്രെയിൻ വെച്ച് കവേർഡ് ആണ് ഈ ക്രോമാറ്റോഫോഴ്സ്. അതിനകത്താണ് ഈ പിഗ്മെന്റ്സ് എല്ലാം കാണുന്നത്. ഓക്കെ, ഏതൊക്കെ പിഗ്മെന്റ്സ്? ക്ലോറോഫിൽ എ, ഇ, ഫ്യൂക്കോസാന്തിൻ, ഡയറ്റോസാന്തിൻ, ഡയറ്റോമിൻ മാത്രം. ക്ലോറോഫിൽ ബി ഇല്ല. അപ്പം ഡയറ്റംസ് ഗോൾഡൻ യെല്ലോ, ബ്രൗണിഷ് യെല്ലോ, ഒലീവ് ഗ്രീൻ കളർ ഒക്കെ കാണുന്നുണ്ട്. അപ്പം ഈ അങ്ങനത്തെ കളർ കാണുന്നത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കെറോട്ടിനോയിഡ്സ് അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ഡ്യൂ ടു ദ ഈ ഡയറ്റോമിൻ എന്ന് പറയുന്ന ബ്രൗൺ കളർ പിഗ്മെന്റിന്റെ പ്രസൻസ് കൊണ്ടാണ്. ദെൻ ഇതിന്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, റിസർവ് ഫുഡ് മെറ്റീരിയൽസ് നമുക്ക് ഓയിൽ കാണാൻ പറ്റും, പിന്നെ അതുപോലെ വൊളൂട്ടിൻ, ല്യൂക്കോസിൻ or chrysolaminarin. Okay, pollutin, leucosin and chrysolaminarin കാണാൻ പറ്റും. Then reproduction നടക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ബൈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എല്ലാം നടക്കുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബൈ ദി ഫോർമേഷൻ ഓഫ് ഓട്ടോസ്പോസ് ഉണ്ടാവുന്നുണ്ട് ആൻഡ് ഗാമറ്റിക് മിയോസിസ് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. എക്സാമ്പിൾസ്: ഡയറ്റമോ, നാവിക്കുല, ഡിപ്ലോനിസ്, സിംബല്ല ആൻഡ് മെലോസിറെ. ഈ എക്സാമ്പിൾ പഠിച്ചേക്കുക. ഓക്കെ, അപ്പൊ ഡയറ്റംസ് ഇതിങ്ങനെ വെജിറ്റേറ്റീവ് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ സൈസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് ആദ്യം ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല ഒരു ജനറേഷൻ കഴിഞ്ഞ് അടുത്ത ജനറേഷൻ കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ഒരു നെക്സ്റ്റ് ജനറേഷൻ കഴിയും തോറും ഇതിന്റെ സൈസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബാസിലേരിയോഫൈറ്റയില് പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്സോസ്പോർ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓട്ടോഗമി. എക്സാമ്പിൾ കോമൺ ആയിട്ട് കാണുന്ന എക്സാമ്പിള് പിന്നുലേരിയ ആണ്. പിന്നുലേരിയയിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒന്നും നോട്ട് ചെയ്തിട്ടില്ല, കാണുന്നില്ല. അടുത്തതാണ് നെക്സ്റ്റ് ഡിവിഷൻ ഫെയോഫൈറ്റ. ഫെയോഫൈറ്റയുടെ ജനറൽ ക്യാരക്ടേഴ്സ് എങ്ങനെയാന്ന് നോക്കാം. ഫെയോഫൈറ്റ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ്, അതിന്റെ പേരെന്തായിരുന്നു? കോമൺ നെയിം ബ്രൗൺ ആൽഗെ അല്ലേ? അപ്പൊ ബ്രൗൺ ആൽഗെ, അപ്പം മറ്റ് ആൽഗെ എന്നൊക്കെ വ്യത്യസ്തമായിട്ട് പേരിൽ തന്നെ അറിയാം, ബ്രൗൺ, ഒലീവ് ഗ്രീൻ, ഗോൾഡൻ യെല്ലോ, ഡീപ് ബ്രൗൺ കളർ ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ഈ ബ്രൗൺ ആൽഗയുടെ കളറ് ഈ കാണുന്നതിന് ഈ കളർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മെയിൻലി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സാന്തോഫിൽ, അതായത് ഫ്യൂക്കോസാന്തിൻ ആണ് ഈ ബ്രൗൺ കളർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെൽ ഓർഗനൈസ്ഡ് ആണ്, ഹൈലി ഡിഫറൻഷിയേറ്റഡ് താലസ് ആണ്, എന്ന് വെച്ചാൽ ചെറുതൊന്നുമല്ല, വലിയ സാധനങ്ങളാണ്, ഹൈലി ഡിഫറൻഷിയേറ്റഡ് ആണ്. ആബ്സെൻസ് ഓഫ് യൂണിസെല്ലുലാർ, കണ്ടില്ലേ, യൂണിസെല്ലുലാർ ഫോംസ്, കൊളോണിയൽ ഫോംസ്, യൂണിസെല്ലുലാർ ഫോംസ്, കൊളോണിയൽ, പിന്നെ അതുപോലെ അൺബ്രാഞ്ച്ഡ് ഫിലമെന്റസ് ഫോംസ് ഒക്കെ റയർ ആണ്. പിന്നെ താലസ് എന്ന് പറയുന്ന ഹൈലി ഡിഫറൻഷിയേറ്റഡ് ആണ്, അതായത് മൈക്രോസ്കോപ്പിക് ഫോംസ് തൊട്ടിട്ട് എങ്ങനെയാ വലിയ മാക്രോസിസ്റ്റസ് ഏകദേശം 60 മീറ്ററോളം ലെങ്ത്, അതിലും കൂടുതലൊക്കെ വരും. അത്രയും വരുന്ന വലിയ ആൽഗെ ഫോംസ് എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ചെയിൻ ഫോംസ്, സർഗാസം എക്സാമ്പിൾ. പിന്നെ ഇതിന്റെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് എന്തൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ ക്ലോറോഫിൽ എ ഉണ്ട്, ബി ഉണ്ട്, ബി ഇവിടെ കാണുന്നുണ്ട് കേട്ടില്ലേ. അപ്പം ദെൻ ബീറ്റാ കരോട്ടിൻ, പ്രസൻസ് ഓഫ് ബീറ്റാ കരോട്ടിൻ,
Xanthophyll ഉണ്ട്, fucosanthin ഉണ്ട്, phyllosanthin. Okay, these are the major pigments. Major pigments ആണത്. Minor pigments എന്ന് പറയുന്നത് diatoxanthin, diadenosanthin pigments പഠിച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. And reserve food material എന്ന് പറയുന്നത് it is laminarin and mannitol. Okay, ലാമിനാരിനും മാനിറ്റോളും ആണ് റിസർവ് മെറ്റീരിയൽസ് ആയിട്ട് കാണുന്നത്. ആൻഡ് ചില കേസിൽ ദാറ്റ് ഈസ് ഗ്ലൂക്കോസ്, സൂക്രോസ് കാണുന്നതായിരിക്കും. ആൻഡ് മേജർ സെൽ വാൾ കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് സെൽ വാൾ ആർ സെല്ലുലോസിക് ആണ്. ഫ്യൂസിനിക് ആസിഡും ആൽജിനിക് ആസിഡും പ്രസന്റ് ആണ് സെൽ വാൾ. ഓക്കെ, ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്യൂക്കസ് ആൻഡ് വെസിക്കിൾസ് സെല്ലിൽ കാണുന്നതാണ്. ഫ്യൂക്കസ് ആൻഡ് വെസിക്കിൾസ്. പൈറാനോയിഡ്സ് ആബ്സെന്റ് ആയിരിക്കും, ഉണ്ടെങ്കിലും തന്നെ സോളിറ്ററി ആയിരിക്കും. ഓക്കെ, മോസ്റ്റ്ലി ആബ്സെന്റ് ആണ്, ഉണ്ടെങ്കിൽ സോളിറ്ററി ആയിരിക്കും, അതിനൊരു സ്റ്റോക്ക് കാണും. പിന്നെ മോട്ടൈൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് കാണുന്നത്. ദാറ്റ് ഈസ് ഊസ്പോസ്, ലാറ്ററലി ഇൻസർട്ടഡ് ഫ്ലജല്ല, ഹെട്രോകോൺ ഫ്ലജല്ല. കഴിഞ്ഞ ഇതിൽ പറഞ്ഞില്ലേ, ഹെട്രോകോൺ ഫ്ലജല്ല ആണ് ഇവിടെയും കാണുന്നത്. ഹെട്രോകോണ്ടയിൽ പറഞ്ഞ പോലെ തന്നെ. ദെൻ സ്പൊറാഞ്ചിയ യൂണിലോക്കുലാർ ഒരു ചേംബറേ ഉള്ളൂ, അതാണ് യൂണിലോക്കുലാർ സ്പൊറാഞ്ചിയ കാണുന്നുണ്ട്, അല്ലെങ്കിൽ മൾട്ടിലോക്കുലാർ സ്പൊറാഞ്ചിയയും കാണുന്നുണ്ട്. റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ഐസോഗമി, അനൈസോഗമി ആൻഡ് ഊഗമി. ഓക്കെ, അപ്പൊ ഫെയോഫേസിയൻ അല്ലെങ്കിൽ മോസ്റ്റ്ലി മെമ്പേഴ്സ് അതില് ഐസോഗമി, അനൈസോഗമി, ഊഗമസ് റീപ്രൊഡക്ഷൻ ആണ് കാണുന്നത്. ആൻഡ് ലൈഫ് സൈക്കിൾ ഇൻവോൾവ്സ് സ്പെസിഫിക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇത് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പറയുമ്പം പറഞ്ഞിരുന്നു, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അപ്പം ഐസോഗമി നടക്കുന്നുണ്ട്, അനൈസോഗമി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഊഗാമസ് റീപ്രൊഡക്ഷൻ, ആന്ത്രോസോയിഡ്സ്, ആന്ത്രോസോയിഡ്സ് എന്ന് പറയുന്ന മെയിൽ ഗാമേറ്റ്സ്, ആന്ത്രേഡിയ എന്ന് പറയുന്ന ദാറ്റ് ഈസ് മെയിൽ സെക്സ് ഓർഗൻസ്. ആന്ത്രോസോയിഡ്സ്, ഈ ആന്ത്രേഡിക്കകത്താണ് ആന്ത്രോസോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ പറഞ്ഞിരുന്നത് എന്താണ്, ലൈഫ് സൈക്കിളിൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നടക്കുന്നുണ്ട്. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഫ്യൂ കേസിൽ കാണുന്നില്ല, ബാക്കി എല്ലാത്തിലും ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, ഐസോമോർഫിക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ് കാണുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഹെട്രോമോർഫിക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ചിലപ്പം സ്പോറോഫൈറ്റ് ദാറ്റ് ഈസ് ആൻഡ് ഗാമറ്റോഫൈറ്റ് ഡിസിമിലർ ആണെങ്കിൽ ദേ എക്സിബിറ്റ് ഹെട്രോമോർഫിക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. That's all about Phaeophyta. And അതിന് ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് സർഗാസമാണ്. സർഗാസം കുറച്ചുകൂടെ ഒരു എറക്റ്റ് ബുഷി ആയിട്ടുള്ള ഒരു സ്പോറോഫൈറ്റ് ആണ് സർഗാസം. Then next division, Rhodophyta. പേരിൽ തന്നെ ഉണ്ട്, റെഡ് കളേർഡ് ആൽഗെ. അപ്പൊ ഇറ്റ് ഇൻക്ലൂഡ്സ് റെഡ് ആൽഗെ. അപ്പൊ ഈ റെഡ് കളർ ആയിട്ടുള്ള എങ്ങനെയാ എവിടെയാ കാണുന്നത്, സീവീഡ്സ്. മോസ്റ്റ് ഓഫ് ദ റോഡോഫൈറ്റേ ആർ സീവീഡ്സ് ആണ്, കടലിലാണ് കാണുന്നത്, മറൈൻ ഫോംസ് ആണ്. അപ്പം ഇത് താലസ് ഓർഗനൈസേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ യൂണിസെല്ലുലാർ ഫോംസ് ഉണ്ട്, മൈക്രോസ്കോപ്പിക് ഫോംസ് ഉണ്ട്, ആൻഡ് മൾട്ടിസെല്ലുലാർ ഫിലമെന്റസ് ഫോംസ് ഉണ്ട്. പിന്നെ അതുപോലെ പാരങ്കൈമാറ്റസ് ഫോംസ്, പോർഫൈറ, സ്യൂഡോ പാരങ്കൈമാറ്റസ് ഫോംസ്, ഡുമോൺഷിയ, പോർഫൈറ ആൻഡ് ഡുമോൺഷിയ. സ്യൂഡോ പാരങ്കൈമാറ്റസ് ഏതാണ്, ഡുമോൺഷിയ ഇമ്പോർട്ടന്റ് ആണ്, സ്യൂഡോ പാരങ്കൈമാറ്റസ്. ആൻഡ് അതുപോലെ പാരങ്കൈമാറ്റസും പഠിച്ചേക്കുക, പോർഫൈറ. അപ്പൊ ഈ റെഡ് പിഗ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? റെഡ് പിഗ്മെന്റ് ഇസ് ഡ്യൂ ടു ദ റെഡ് കളർ ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പിഗ്മെന്റ് ഫൈക്കോഎറിത്രിൻ ആണ് കൂടുതലായിട്ട് കാണുന്നത്. ഫൈക്കോസയാനിനും ഉണ്ട്, ഫൈക്കോഎറിത്രിൻ കൂടുതലായിരിക്കും. റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്, ഫ്ലോറീഡിയോസൈഡ്സ് ആൻഡ് മാനോഗ്ലിസറേറ്റ് ആണ് കാണുന്നത്. സെൽ വാൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് പോളിസൾഫേറ്റ്. സെല്ലുലോസും പെക്റ്റിനും പോളിസൾഫേറ്റും കൊണ്ടാണ് സെൽ വാൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ ദ ആബ്സെൻസ് ഓഫ് ഫ്ലജലേറ്റഡ് motile stage
കാണുന്നില്ല ലൈഫ് സൈക്കിളിൽ. ഓക്കെ. പിന്നെ ഈ വെജിറ്റേറ്റീവ് സെൽസ് ദേ ആർ ഇന്റർകണക്റ്റഡ് ബൈ പിറ്റ് കണക്ഷൻ. അപ്പൊ അതിന് പ്ലാസ്മോഡെസ്മാറ്റ പിറ്റ് കണക്ഷൻസ് കാണുന്നുണ്ട്. ഓക്കെ. That is a characteristic feature of Rhodophyceae. Then sexual reproduction എങ്ങനെയാണ്? Sexual reproduction as a specialized and advanced type of oogamous reproduction. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോമാണ്. അപ്പോൾ that is reproductionൽ അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് ഊഗമിയാണ് കാണുന്നത്. അതായത് മെയിൽ സെക്സ് ഓർഗൻസിന്റെ പേരാണ് സ്പെർമറ്റാൻജിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു ചേംബർ സ്പെർം കണ്ടെയ്നിങ് മെയിൽ സെക്സ് ഓർഗൻസ് അതിനകത്താണ് മെയിൽ ഗാമേറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവുന്നത്. ഓക്കെ. ആൻഡ് സ്പെർമറ്റാൻജിയ ഫീമെയിൽ ഓർഗന്റെ പേരെന്തെന്നാ? കാർപ്പഗോണിയ. അപ്പോൾ സ്പെർമറ്റാൻജിയ ആൻഡ് കാർപ്പഗോണിയ ഇമ്പോർട്ടന്റ് ആണ്. മെയിൽ സെക്സ് ഓർഗൻ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ. ഓക്കെ. അപ്പൊ മെയിൽ ഗാമേറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദി സ്പെർമറ്റാൻജിയ. ഈ സ്പെർമറ്റാൻജിയക്ക് അകത്താണ് മെയിൽ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ. ദെൻ ആൻഡ് അപ്പൊ ഈ മെയിൽ ഗാമേറ്റിന്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ദേ ആർ നോൺ മൊട്ടൈൽ ആണ്, നോൺ ഫ്ലജലേറ്റഡ് ആണ്, ആൻഡ് അതിന്റെ പേരാണ് സ്പെർമേഷ്യ. ക്ലിയർ? Non-flagellated, non-motile spermatia are produced inside the spermatangia. That is the male sex organ. Okay. കാർപ്പോഗോണികത്തിനകത്ത് ഓവം. പിന്നെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷൻ സ്റ്റേജസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ്. മറ്റേ ആൽഗേനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ അങ്ങനെ നീണ്ട ഒരു സ്റ്റേജസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ബാക്കി മെമ്പേഴ്സ് എക്സിബിറ്റ് ബൈഫേസിക് അല്ലെങ്കിൽ ട്രൈഫേസിക് ലൈഫ് സൈക്കിൾ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ. പോർഫൈറിൻ എക്സാമ്പിൾ. പിന്നെ എക്സാമ്പിൾ വേറെ ഏതാ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ബട്രാക്കോസ്പെർമം, പോളിസൈഫോണിയ, ബട്രാക്കോസ്പെർമം കോമൺ എക്സാമ്പിൾസ് ആണ്. ആൻഡ് നെക്സ്റ്റ്, അപ്പൊ ഇത് റോഡോഫൈസിയാണ് കുറച്ചുകൂടെ നമ്മളിപ്പോ ഈ പറഞ്ഞതിൽ വെച്ചിട്ട് അഡ്വാൻസ് ആയിട്ടുള്ളത്. അപ്പൊ ഇത് ദാറ്റ് ഈസ് ഇറ്റ് ഷോസ് certain similarities between green algae, blue green algae ആയിട്ട് സിമിലാരിറ്റീസ് കാണുന്നുണ്ട്. ഫൈക്കോറിത്രിൻ, ഫൈക്കോസയാനിന്റെ പ്രസൻസ്, സ്പെർമറ്റാൻജിയ കാണുന്നത്. ഓക്കെ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ള ഡിവിഷൻസ്. സൈനോഫൈറ്റ, ക്ലോറോഫൈറ്റ, സാന്തോഫൈറ്റ, ബാസിലേരിയോഫൈറ്റ, ഫിയോഫൈറ്റ ആൻഡ് റോഡോഫൈറ്റ. ഇനി നെക്സ്റ്റ് we can deal with economic importance of algae. അപ്പൊ ഇപ്പൊ നമ്മള് ആൽഗയുടെ ഇപ്പൊ ഈ മൂന്നാമത്തെ ക്ലാസ്സുകളില് ആൽഗയുടെ ക്യാരക്ടേഴ്സ്, ക്ലാസിഫിക്കേഷൻ, പിന്നെ അതിന്റെ റീപ്രൊഡക്ഷൻ, ലൈഫ് സൈക്കിൾ പാറ്റേൺസ്, പിഗ്മെന്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അതില് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ചില ആൽഗയൊക്കെ എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആണ്. എക്കണോമിക് ഇമ്പോർട്ടൻസ്, അപ്പൊ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ഈ ആൽഗയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ യൂസ് ഉണ്ടാവും. നമുക്ക് മാത്രമല്ല, നോട്ട് ഓൺലി ഫോർ ഹ്യൂമൻ ബീങ്സ്, മേ ബി ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ ആനിമൽസിനും മറ്റ് ഓർഗാനിസത്തിനും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും.
പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ദാറ്റ് ഇസ് നമുക്ക് യൂസ്ഫുൾ മാത്രമല്ല, ദീസ് ആൽഗെ ആർ ഷോയിങ് സർട്ടൻ ഹാർംഫുൾ എഫക്ട്സ് ടു മാൻകൈൻഡ് ആൻഡ് ഓൾസോ അനിമൽസ്. ഓക്കെ, അതും കൂടെ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പം എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കാം. ആദ്യത്തേത്, അപ്പോൾ ദീസ് algae, some of the algae are used as ബയോഫെർട്ടിലൈസേഴ്സ്. ബയോഫെർട്ടിലൈസേഴ്സ് അറിയാം. ബയോഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്ന എന്തെന്നാ, പ്ലാന്റ് ഗ്രോത്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഒക്കെ നേരെ നടക്കുന്നതിനും ഡെവലപ്മെന്റ് നേരെ നല്ല രീതിയിൽ നടക്കുന്നതിനും വേണ്ടിയിട്ട് സം ഓഫ് ദ ആൽഗെ ആർ യൂസിങ്. പാഡി ഫീൽഡിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ സോളയൊക്കെ ഇങ്ങനെ വളർത്തുന്നത് കണ്ടിട്ടില്ലേ? അക്വാട്ടിക് ഫേൺ ആണ് അത്. അപ്പം അവിടെ ഈ സോള അതിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ ഉണ്ട്. ഓക്കെ, this can be used as biofertilizers. അപ്പോൾ ബയോഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൽഗെ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ബ്ലൂ ഗ്രീൻ ആൽഗയിൽ പെടുന്ന ബയോഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബാക്ടീരിയസ് ആണ് അനാബിയന നോസ്റ്റോക്ക്. പറഞ്ഞിരുന്നു ബ്ലൂ ഗ്രീൻ ആൽഗെ പറയുമ്പോൾ അനാബിയന നോസ്റ്റോക്ക്. അപ്പോൾ ഈ നോസ്റ്റോക്കിൽ നൈട്രജൻ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഗ്രീൻ ആൽഗയാണ് ക്ലോറല്ല സെനിഡെസ്മസ്. ക്ലോറല്ല യൂണിസെല്ലുലാർ ആൽഗയാണ് സെനിഡെസ്മസ്. അപ്പൊ ഇതിൽ ഇറ്റ് കണ്ടെയ്ൻസ് സൈറ്റോകിനിൻസ്, ഓക്സിൻസ് എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് പ്രസന്റ് ആണ്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് ഗ്രോത്ത് ഹോർമോൺസ് ദേ സ്റ്റിമുലേറ്റ് പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റ് ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ക്രോപ്പ് ഈൽഡ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്രീൻ ആൽഗെ നമുക്ക് പ്ലാന്റ്സിലൊക്കെ ഇട്ട് കൊടുത്താൽ ഈൽഡ് കൂടും. പിന്നെ അതുപോലെ തന്നെ ബ്രൗൺ ആൽഗെ, അസോസ്പെല്ലം നോഡൂസം സർഗാസം. അപ്പൊ ഇത് കണ്ടെയ്ൻസ് വേരിയസ് ന്യൂട്രിയൻസ് സച്ച് ആസ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ട്രേസ് എലമെന്റ്സ് എല്ലാം ധാരാളമായിട്ടുണ്ട്. അപ്പൊ ഈ ദിസ് വേരിയസ് എലമെന്റ്സ് ഒക്കെ പ്രസന്റ് ആയതുകൊണ്ട് തന്നെ ദേ പ്രൊമോട്ട് റൂട്ട് ഡെവലപ്മെന്റ്, ഫ്ലവറിംഗ്, ഫ്രൂട്ടിംഗ് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഇത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫെർട്ടിലൈസേഴ്സ്. പിന്നെ അടുത്തതാണ് ഡയറ്റംസ്. പറഞ്ഞു ഡയറ്റമേഷ്യസ് എർത്ത്. അപ്പൊ ഈ ഡയറ്റംസ് സിലിക്ക റിച്ച് സെൽ വോൾ ആയതുകൊണ്ട് തന്നെ ഇത് സോയിലില് പോറോസിറ്റി, സോയിൽ സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദസ് എൻഹാൻസസ് ദി സോയിൽ ഫെർട്ടിലിറ്റി. ഓക്കെ, സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ആരാണ്? ഡയറ്റംസ്. പിന്നെ അതുപോലെ സ്പൈറുലിന ആൻഡ് ക്ലോറല്ല, അതും സ്പൈറുലിന ആൻഡ് ക്ലോറല്ല എഡിബിളും ആണ്. ദേ ആർ യൂസ്ഡ് ആസ് ബയോഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, പിന്നെ used as biofertilizers. Then നോറി എന്ന് പറയുന്നത് അടുത്ത എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഈ നോറി ഇറ്റ് ഈസ് മെയിൻലി മെയ്ഡ് ഫ്രം പോർഫൈറ എന്ന് പറയുന്നത്. പോർഫൈറ ഇതിലാണ് വരുന്നത്? റെഡ് ആൽഗെ ഇസ് എ ടൈപ്പ് ഓഫ് റെഡ് ആൽഗെ, നോറി. അപ്പൊ ഇത് ജപ്പാനീസ് കുഷീനിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ജപ്പാൻകാർ കഴിക്കുന്ന സുഷി റോളിലെല്ലാം ഈ ആൽഗെ വെച്ചിട്ടാണ് അവരത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, എഡിബിൾ ആണ്. അപ്പം ഇതിന് പല അവരുടെ പേരിൽ എന്തെന്നാ സുറുമാന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് പിന്നെ അതുപോലെ തന്നെ ലാമിനാരിയ എഡിബിൾ ആണ്. അത് ലാമിനാരിൻ ഇതെല്ലാം നമ്മുടെ നാട്ടിലും കാണുന്നതാട്ടോ. ഈ പോർഫൈറ, ലാമിനേരിയ, അൾവ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ ഒരുവിധം എല്ലാ മറൈൻ എക്കോസിസ്റ്റത്തിലും കാണുന്നതാണ് ഈ പറയുന്ന എല്ലാ ആൽഗയും. അപ്പൊ നമ്മൾ അത് കഴിക്കാറൊന്നുമില്ല. മറ്റു നാട്ടിലെല്ലാവരും അത് പല ഫോംസ് ഓഫ് ഫുഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. ലാമിനാരിൻ കൊമ്പു എന്ന് പറയുന്ന ഒരു ഫുഡ് ഐറ്റം ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതുപോലെ അൾവ എന്ന് പറയുന്ന ആൽഗെ, ഓക്കെ, മാക്രോ ആൽഗെ യൂസ് ഇൻ ദി കറീസ് ആൻഡ് സാലഡിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ നോറി റിച്ച് സോഴ്സ് ഓഫ് അയൺ, കാൽഷ്യം അതെല്ലാം റിച്ച് ആണ്. അതുകൊണ്ട് ഇത് കഴിക്കാനൊക്കെ എടുക്കുന്നതാണ്. ജപ്പാൻകാരാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് സ്പൈറുലിന. എല്ലാവർക്കും ഇങ്ങനെ അഡ്വർടൈസ്മെന്റിലൊക്കെ കണ്ടു കാണും സ്പൈറുലിന. അപ്പൊ ഈ സ്പൈറുലിന
Arthospira species, blue-green microalgae ആണ്. It is taken as dietary supplement. Dietary supplement, amino acids, vitamins, vitamin E, minerals, antioxidants ഒക്കെ ധാരാളം ഉണ്ട്. അപ്പൊ അത് it is taken as a dietary supplement. അപ്പൊ ഇത് പൗഡർഡ് ഫോംസോ അല്ലെങ്കിൽ അല്ലാതെയും തന്നെ ഓറലി കൺസ്യൂം ചെയ്യുന്നതാണ്. ഫ്രഷ് വാട്ടർ സ്പീഷീസ് ഒക്കെ ധാരാളം ഉണ്ട്. ആന്റിബയോട്ടിക്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട് ഈ സ്പൈറലിന, ക്ലോറല്ല എന്ന് പറയുന്ന സ്പീഷീസുകളിൽ നിന്നെല്ലാം. ഓക്കെ, അപ്പൊ ഈ മോസ്റ്റ്ലി മിക്ക ആൽഗെ കൺസ്യൂം ചെയ്യാം. ഇതിനെല്ലാം ദാറ്റ് ഈസ് ഈ പറയുന്ന വൈറ്റമിൻസ്, മിനറൽസും കൂടാതെ ആന്റിബയോട്ടിക് പ്രോപ്പർട്ടീസും ഉണ്ട്. Then next is chlorella. അപ്പൊ ക്ലോറല്ല ക്യാൻ ബി യൂസ്ഡ് ആസ് ഡയറ്ററി സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സ്മൂത്തീസ്, എനർജി ബാസ്, ഹെൽത്ത് ഡ്രിങ്ക്സ്, അതിലെല്ലാം ക്ലോറല്ല എടുക്കാറുണ്ട്. പിന്നെ അടുത്തതാണ് അഗാർ. അഗാർ കേട്ട് കാണും. അഗാർ, ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം ദി റെഡ് ആൽഗെ, ജെലീഡിയം ആൻഡ് ഗ്രാസിലേറിയ. ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന പേരുകളൊക്കെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്തതുള്ളതും. അപ്പൊ റെഡ് ആൽഗെ ആണ് ജെല്ലിംഗ് ഏജന്റ്, സ്റ്റെബിലൈസർ, തിക്കനിങ്, വെജിറ്റേറിയൻ, ജലാറ്റിൻ പോലെയല്ല ജലാറ്റിൻ ഉണ്ടാക്കുന്നതും. പിന്നെ അതുപോലെ കൾച്ചർ മീഡിയയിൽ നമ്മൾ അഗാർ സോളിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അഗാർ മൈക്രോബിയൽ കൾച്ചർ മീഡിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതാണ് സെറാജിൻ. Chondrus and Equus species എന്നാണ് കെരാജിൻ. ഇറ്റ് ഇസ് ഹൈഡ്രോകൊളോയിഡ്. ഇമ്പോർട്ടന്റ് ആണ് കെരാജിൻ എന്ന് പറയുന്ന ഹൈഡ്രോകൊളോയിഡ്. ഇറ്റ് ഇസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം റെഡ് ആൽഗെ. സ്റ്റെബിലൈസർ ആയിട്ടും എമൽസിഫയർ ആയിട്ടും സോസസിലും പ്രോസസ്ഡ് ഫുഡ്സിലൊക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഹൈഡ്രോകൊളൈഡ്. പിന്നെ ഡൾസ്, അതൊരു റെഡ് ആൽഗയാണ്. യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലൊക്കെ കൺസ്യൂം ചെയ്യുന്ന റെഡ് ആൽഗയാണ്. പാൽമേറിയ പാമേറ്റ എന്ന് പറയുന്ന ഡൾസ്. Clear, rich source of iodine, iron, potassium and antioxidants. അപ്പൊ അത്രയൊക്കെയാണ് ആൽഗയുടെ some of algae which are used as food. Then അതുകൂടാതെ ഈ ആൽഗെ is used in the production of ബയോഫ്യൂൽസ്, മൈക്രോ ആൽഗെ, സൈനോബാക്ടീരിയ, ബയോഫ്യൂൽ, ബയോഡീസൽ, ബയോ എത്തനോൾ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഫുഡ് ആൻഡ് ന്യൂട്രാസ്യൂട്ടിക്കൽസ്. അപ്പൊ ഈ പറഞ്ഞ സ്പൈറുലിന, ക്ലോറല്ല, ഓക്സിലറ്റേറിയ, ലാമിനേറിയ, സെർഗാസം, ഇതെല്ലാം ന്യൂട്രാസ്യൂട്ടിക്കൽ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട്, ഫങ്ഷണൽ ഫുഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദി അക്വാകൾച്ചർ ആൻഡ് ആനിമൽ ഫീഡ്. ആനിമൽ ഫീഡ് നമ്മൾ മാത്രമല്ല ഫോഡറായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ലൈഫ് സ്റ്റോക്കിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലാമിനാരിയ, സർഗാസം, ഫ്യൂക്കസ്, പിന്നെ അതുപോലെ ഉള്ള ആൽഗെ എല്ലാം ഇങ്ങനെ എന്താ ഫിഷ് മീൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഫിഷ് മീൽ. അപ്പൊ ഇത് ഹൈ അയഡിൻ കണ്ടന്റ് ആണ്. അപ്പൊ ഈ ഫിഷ് മീൽസ് ഉണ്ടാക്കാൻ, ഫിഷിന്, ലൈഫ് സ്റ്റോക്കിന്, പോൾട്രിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ബയോടെക്നോളജിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പല ആൽഗയും. കാരണം ഇതിൽ വേരിയസ് ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ദാറ്റ് ഈസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്സ്, ആന്റി വൈറൽ, ആന്റി ക്യാൻസർ, ആന്റി ഓക്സിഡൻസ് ഏജൻസ്, ആന്റി ഇൻഫ്ലമേറ്ററി സബ്സ്റ്റൻസസ് ഒക്കെ ഇതിൽ പ്രസന്റ് ആയതുകൊണ്ട് ഫാർമസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷൻസിനും ബയോടെക്നോളജിക്കൽ പർപ്പസിനും വേണ്ടിയിട്ടൊക്കെ ആൽഗെ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ some of the algae are used in the cosmetic and personal care, cosmetic products. ആൽജിനേറ്റ്, സെറാജിനേറ്റ് ഒക്കെ കാണുന്ന റെഡ് ആൽഗെ, ആൽജിനേറ്റ്സ്. അപ്പൊ ഇതെല്ലാം കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് അതിനെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ algae are used in the wastewater treatment, micro algae. അപ്പൊ വേസ്റ്റ് വാട്ടർ, അപ്പൊ ഈ ന്യൂട്രിയൻസ് ഒക്കെ ഇതിന് അസിമിലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ആൽഗേസിന്. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഈസ് ബയോ റെമഡിയേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആൽഗെ. അപ്പൊ എക്കണോമിക്കൽ ആൻഡ് സസ്റ്റൈനബിൾ മെത്തേഡ് ഓഫ് വാട്ടർ ട്രീറ്റ്മെന്റ് ആണ് ആൽഗെ വെച്ചിട്ടുള്ള. ഫോർ എക്സാമ്പിൾ ഓക്സിലറ്റേറിയ, ക്ലോറല്ല,
ക്ലമാഡോമോണസ് ഒക്കെ ആണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് നോക്കാം ഇതിന്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസ്. മെഡിസിനൽ പ്രോപ്പർട്ടീസ് ചിലപ്പോൾ കുറച്ചൊക്കെ പറഞ്ഞിരുന്നു, കാരണം അതിന് കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് വേരിയസ് ആന്റിബയോട്ടിക്സ്, ആന്റി ഫംഗൽ പ്രോഡക്ട്സ്, ആന്റിവൈറൽ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ഹെൽപ്സ് ഇൻ ദി ന്യൂട്രലൈസ് ഹാർംഫുൾ ഫ്രീ റാഡിക്കൽ സ്കാവെഞ്ചിങ് പ്രോപ്പർട്ടീസ്, റെഡ്യൂസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഫൈക്കോസയാനിൻ, പോളിസാക്കറൈഡ്സ് ഒക്കെ പ്രസന്റ് ആയതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദി മെഡിസിനൽ ആപ്ലിക്കേഷൻ, ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ധാരാളം ഉണ്ട്, ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ളത്, ആന്റി വൈറൽ പ്രോപ്പർട്ടീസ്, ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ധാരാളം ആൽഗെ ഉണ്ട് that can be used in the pharmaceutical industry. അതുപോലെ ആന്റി ക്യാൻസർ പൊട്ടൻഷ്യൽ ഉണ്ട് മോസ്റ്റ് ഓഫ് ദ ആൽഗെ. അപ്പൊ ഈ ആന്റി ക്യാൻസർ പൊട്ടൻഷ്യൽ ഉള്ള ആൽഗേനെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇൻഹിബിറ്റ് ദി ട്യൂമർ ഗ്രോത്ത് ആൻഡ് സപ്രസ് ദി ക്യാൻസർ സെൽ പ്രോളിഫറേഷൻ. ട്യൂമർ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നതിന്. പിന്നെ അതുപോലെ ഇമ്മ്യൂണോ മോഡുലേറ്ററി എഫക്ട്സ് ഉണ്ട്, ബീറ്റാ ഗ്ലൂക്കാൻസ്, പോളിസാക്കറൈഡ്സ് ഒക്കെ പ്രസൻസ് ആയതുകൊണ്ട് ഇമ്മ്യൂൺ ഫങ്ഷൻ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ കാർഡിയോ പ്രൊട്ടക്റ്റീവ് എഫക്ട്സ്, അതായത് ഒമേഗ-3 ഫാറ്റി ആസിഡ്സ്, ഫൈറ്റോസ്റ്റിറോൾസ്, പെപ്റ്റൈഡ്സ് ഒക്കെ പ്രസന്റ് ആയതുകൊണ്ട് ഹാർട്ടിന്റെ ഹെൽത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന അതാണ്. ദെൻ ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ, അതായത് ഫ്യൂക്കോസാന്തിൻ, ക്ലോറോറ്റാൻ എന്ന് പറയുന്ന ദാറ്റ് ഇസ് ബയോആക്റ്റീവ് കോമ്പൗണ്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ദ അൾഷിമേഴ്സ് ആൻഡ് പാർക്കിൻസൺസ് പേഴ്സൺസ്. ഓക്കെ, വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ സ്കിൻ കെയർ, കോസ്മെറ്റിക് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ദ നെക്സ്റ്റ് ഇസ് ആൽഗൽ ബ്ലൂം. ആൽഗൽ ബ്ലൂം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൽഗൽ ബ്ലൂം. അപ്പം ചില മെമ്പേഴ്സ് ഓഫ് ആരാണ്, ഡയറ്റംസ്, അതുപോലെ ബ്ലൂ ഗ്രീൻ ആൽഗെ അവര് റാപ്പിഡ്ലി മൾട്ടിപ്ലൈ പെട്ടെന്ന് തന്നെ. ഇപ്പൊ ഇന്നൊന്നും ഇങ്ങനെ ശരിക്കും അതിന്റെ പോപ്പുലേഷൻ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ നാളെ പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആ ഏരിയ മുഴുവൻ സ്പ്രെഡ് ചെയ്തിട്ട് അവിടെ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ ക്ലോഗ്ഡ് കണ്ടീഷൻ, അതായത് മീനൊക്കെ പെട്ടെന്ന് ചത്തുപോകില്ലേ, അപ്പം അല്ലെങ്കിൽ ഡിസ്കളറേഷൻ ഓഫ് വാട്ടറിന് സ്മെല്ല് അങ്ങനെയൊക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം അപ്പൊ ഈ ആൽഗെ റാപ്പിഡ്ലി മൾട്ടിപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയൊക്കെ കാണുന്നതാണ് സർഫസ് ഓഫ് പോൺസ്, ലേക്സ്, റിസർവോയേഴ്സ്. അപ്പൊ ഇത് റെയിനി സീസണിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ അതിന്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടിരിക്കും, ഗ്രീനിഷ് കളേർഡ് വാട്ടർ ആയിട്ടായിരിക്കും കാണുന്നത്. ഗ്രീനിഷ് അല്ലെങ്കിൽ ആ സാധാരണ വെള്ളത്തിന്റെ ആ നല്ല നിറം മാറിയിട്ട് ഒരു യെല്ലോയിഷ് ഗ്രീനിഷ് കളറൊക്കെ ആയിട്ട് വരും. അപ്പൊ അതിനെയാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആൽഗൽ ബ്ലൂം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്, അല്ലെങ്കിൽ ഈ ആൽഗൽ ബ്ലൂം ഉണ്ടാവുന്നത് വഴി ഫോസ്ഫേറ്റ്സിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ വെള്ളത്തിൽ കൂടുകയാണ് ചെയ്യുന്നത്. ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാൻ പറ്റില്ല, ടോക്സിക് കണ്ടീഷൻ ഓഫ് വാട്ടർ ആവും. അപ്പൊ ദാറ്റ് ലീഡ്സ് ടു ദി ഡെത്ത് ഓഫ് അതർ ഓർഗാനിസംസ് ഇൻ ദി വാട്ടർ. ആൽഗയെ കൺസ്യൂം ചെയ്യുന്നതെല്ലാം ഈ ആൽഗയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് ഒക്കെ വയറ്റിനകത്ത് ചെന്ന് കഴിഞ്ഞ് അത് ചത്തുപോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗ്രീൻ ആൽഗെ, ബ്ലൂ ഗ്രീൻ ആൽഗെ ഡയറ്റംസ് ഒക്കെയാണ് ആൽഗൽ ബ്ലൂം ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ന്യൂട്രിയൻ പൊല്യൂഷൻ. അപ്പൊ ഈ ന്യൂട്രിയൻ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അഗ്രികൾച്ചർ റൺ ഓഫ്, സീവേജ് ഡിസ്ചാർജ്, അതെല്ലാം ഇങ്ങനെ ഈ വാട്ടർ ബോഡിയിൽ
വന്ന് വീഴുമ്പോൾ ലേക്സിലോ റിസർവോയർസിലോ പോൺസിലോ ഒക്കെ വന്ന് വീഴുമ്പോൾ ദാറ്റ് ലീഡ്സ് ടു ദി ടോട്ടൽ ചേഞ്ച് ഇൻ ദി എന്താ വാട്ടറിന്റെ ആ കണ്ടീഷൻ മൊത്തം മാറുകയാണ് ചെയ്യുന്നത്. വാട്ടറിന്റെ ടെമ്പറേച്ചർ, pH, ദെൻ ഹൈ ലെവൽ ഓഫ് സൺലൈറ്റ് ഒക്കെ കൂടുമ്പം അല്ലെങ്കിൽ അതിന്റെ ലൈറ്റ് ഇന്റൻസിറ്റിയിൽ ഒരു വേരിയേഷൻ ഒക്കെ വരുമ്പം ദാറ്റ് ലീഡ്സ് ടു ദി ആൽഗൽ ബ്ലൂം. ഇപ്പൊ പ്രൊഡ്യൂസസ് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ ലെവലിനെ ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മറ്റ് വൈൽഡ് ലൈഫ് ഫോംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഈ ആൽഗൽ ബ്ലൂം വന്നു കഴിഞ്ഞാൽ മറ്റ് റെക്രിയേഷണൽ ആക്ടിവിറ്റീസ്, സ്വിമ്മിങ്, ബോട്ടിംഗ്, ഫിഷിംഗ് അതിനെല്ലാം ബാധിക്കുകയാണ് ചെയ്യുന്നത്. ടൂറിസം പോലെ ഒന്നും നടത്താൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഈ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ആണെങ്കിലും ലേക്ക് ആണെങ്കിലും പോൺസ് ആണെങ്കിലും അതിനെല്ലാം മോണിറ്റർ ചെയ്യും. അതിന് ആൽഗൽ ബ്ലൂം ഉണ്ടോ എന്നും വെള്ളം അതായത് ഇത് നല്ല രീതിയിലല്ലേ കാണുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൽഗൽ ബ്ലൂം ഒഴിവാക്കാൻ പറ്റും. ഓക്കെ. അപ്പം അത്രയേ ഉള്ളൂ അബൌട്ട് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്നിപ്പം വേരിയസ് ഡിവിഷൻസ് ഓഫ് ആൽഗെ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. and their divisions, അതിന്റെ ജനറൽ ക്യാരക്ടേഴ്സ്, ലൈഫ് സൈക്കിൾ പാറ്റേൺ, ആൻഡ് ദെൻ നെക്സ്റ്റ് പിന്നെ നോക്കിയത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ. അപ്പം എക്കണോമിക് ഇമ്പോർട്ടൻസ് പിന്നെ അതുപോലെ ലൈഫ് സൈക്കിൾ പാറ്റേൺസ്, പിഗ്മെന്റ്സ്, ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ടും വരുന്നതായിരിക്കും. കാരണം ഫോറൻസിക് സയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ വെള്ളത്തിൽ ഒക്കെ വീണ് കഴിഞ്ഞാൽ ഇപ്പൊ ഡെഡ് ബോഡി മറൈൻ വാട്ടറിലാണോ കിടക്കുന്നത് അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിലാണോ, അപ്പൊ അതിന്റെ വായ്ക്കകത്ത് ചെന്നിരിക്കുന്ന ആൽഗെ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് അത് നോക്കിയിട്ട് അങ്ങനെയുള്ള ഐഡന്റിഫിക്കേഷൻ ഒക്കെയാണ് പോവുക. അപ്പൊ ഇത് ഏതാണ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ നല്ലതായിരിക്കും. ഇപ്പൊ ആൽഗയെ കുറിച്ച് ഒരു തറോ നോളേജ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഷുവർ ആയിട്ടും ഈ ആൽഗെ എന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു.